എലിപ്പനിയാണ് ഒരു മഴക്കാലത്ത് കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു അസുഖം. അപ്പൊ നമ്മൾ സാധാരണ പറയാറത് എലിയിലൂടെ മാത്രം വരുന്നു എന്നല്ലേ. പക്ഷെ എലിയിലൂടെ മാത്രമല്ല, ഇത് കന്നുകാലികളിലൂടെ വരാം, പിന്നെ നായ, പന്നി, അങ്ങനെ മറ്റ് ഈ കാർന്ന് തിന്നുന്ന മൃഗങ്ങളിലൂടെയും ഈ എലിപ്പനി സ്പ്രെഡ് ആവാം. പഴങ്ങള്, പച്ചക്കറികളൊക്കെ കഴിക്കുമ്പോൾ വളരെയധികം അത് കഴുകി വൃത്തിയോടെ കഴുകിയിട്ട് വേണം കഴിക്കാനായിട്ട്. പിന്നെ മാംസം, മത്സ്യം, അതൊക്കെ നമ്മൾ വളരെ നല്ല വെൽ കുക്ക്ഡ് ആയിരിക്കണം. അപ്പൊ ഇതൊക്കെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഹലോ റേഡിയോ 90.8, ഇത് നമ്മുടെ ശബ്ദം, നമ്മുടെ റേഡിയോ. നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ RJ അശ്വതി. നമുക്കറിയാം, ഈ ഒരു മഴക്കാലം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും കുറച്ച് ടെൻഷൻ പിടിച്ചൊരു സമയമാണ്. ഒരുപാട് അസുഖങ്ങൾ വരുന്നൊരു സമയമാണ്. അതിൽ എത്രമാത്രം ശ്രദ്ധിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളൊരു ടെൻഷൻ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും ഒരു അസുഖം വരുന്ന സമയത്ത്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് തൃശൂർ ആത്രേയ ഹോസ്പിറ്റലിലെ ഫാമിലി മെഡിസിൻ ഫിസിഷ്യനായ ഡോക്ടർ ആഷി നാസർ ആണ്. ഹലോ ഡോക്ടർ. ഹലോ. നമ്മൾ ഈ പറഞ്ഞതുപോലെ മഴക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കുറച്ചധികം ടെൻഷൻ ഉള്ള ഒരു സമയമാണ്. ഒരുപാട് രോഗങ്ങൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രധാനമായിട്ടും മഴക്കാലത്ത് വരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? ഓക്കെ, അപ്പോ പറഞ്ഞ പോലെ തന്നെ മഴക്കാലം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു കാലാവസ്ഥയാണ് അല്ലേ. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ പടരുന്നതും ഈ മഴക്കാലത്ത് തന്നെയാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മഴക്കാലത്ത് വരുന്ന അസുഖങ്ങളെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. അപ്പോൾ ഒന്ന് വായുവിലൂടെ വരുന്ന അസുഖങ്ങൾ, രണ്ട് ജലത്തിലൂടെ വരുന്ന അസുഖങ്ങൾ, മൂന്ന് ജീവികളിലൂടെ വരുന്ന അസുഖങ്ങൾ. ഇതിലിപ്പോ ജലത്തിൽ വരുന്ന അസുഖമായിരിക്കും മഴക്കാലം എന്ന് പറയുമ്പോൾ. ജലത്തിലൂടെയും പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ മൂന്നും വളരെ കോമൺ ആണ്. ജലത്തിലൂടെ വരുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നതാണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന വയറിളക്കം, നമ്മുടെ വൊമിറ്റിംഗ്, ഛർദി. അത് നമ്മൾ വളരെ കോമൺ ആയിട്ട് പറയുന്നത് അക്യൂട്ട് ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് എന്നാണ്. പിന്നെ അതുപോലെ കുറച്ചും കൂടി സിവിയർ ആയിട്ട് പറയുകയാണെങ്കിൽ കോളറ, ഷിഗല്ല, ഇപ്പൊ നമ്മൾ വളരെയധികം കേൾക്കുന്നുണ്ടല്ലോ, ടൈഫോയിഡ് ഫീവർ, പിന്നെ അത്തരം മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് കൂടുതലും ഹെപ്പറ്റൈറ്റിസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് വൈറസ് ആണ്. അത് എയും ഇയും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ പറഞ്ഞ ജലത്തിലൂടെ വരുന്ന ഒരു അസുഖം. പിന്നെ നമ്മൾ പറയുന്നത് ജലത്തിലൂടെ വേറെ കിട്ടുന്ന ഒരു അസുഖമാണ് എലിപ്പനി. ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ജലത്തിലൂടെ വരുന്ന മഴക്കാല അസുഖങ്ങൾ. അപ്പൊ ഈ ജലത്തിലൂടെ വരുന്ന അസുഖങ്ങളെ നമുക്ക് തടയാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 3 തരത്തിലൂടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ കുടിക്കുന്ന വെള്ളം, അത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ നമ്മൾ കുടിക്കാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് കുടിക്കുന്ന വെള്ളത്തില് ചിലപ്പോ ഈ നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ജ്യൂസ് ഒക്കെ അവര് എത്രത്തോളം അത് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റില്ല. അപ്പൊ പരമാവധി നമ്മൾ അതൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ തന്നെ കുടിക്കാനായിട്ട് നമ്മളത് പാലിക്കുക. പിന്നെ നമ്മൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭക്ഷണം. നമ്മൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കണം. അതിൽ തന്നെ നമുക്ക് പഴകിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ കുറച്ച് ചീഞ്ഞ ഭക്ഷണങ്ങളൊന്നും നമ്മൾ കഴിക്കരുത്. വളരെയധികം നമ്മളത് ശ്രദ്ധിക്കണം. അതിലൂടെ പല രീതിയിലുള്ള അസുഖങ്ങൾ നമുക്ക് വരാം. പഴങ്ങള്, പച്ചക്കറികളൊക്കെ കഴിക്കുമ്പോൾ വളരെയധികം അത് വൃത്തിയോടെ കഴുകിയിട്ട് വേണം കഴിക്കാനായിട്ട്. പിന്നെ മാംസം, മത്സ്യം, അതൊക്കെ നമ്മൾ വളരെ നല്ല വെൽ കുക്ക്ഡ് ആയിരിക്കണം. അപ്പൊ ഇതൊക്കെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് നമ്മുടെ കൈകളുടെ വൃത്തിയാണ്. അപ്പൊ നമ്മുടെ കൈ വളരെയധികം നമ്മൾ കഴുകി വൃത്തിയായിട്ട് വേണം നമ്മൾ പാചകം ചെയ്യുമ്പോഴും, എസ്പെഷ്യലി നമ്മൾ ടോയ്ലറ്റിലൊക്കെ പോയി കഴിഞ്ഞ് വരുമ്പോൾ സോപ്പിട്ട് തന്നെ കൈ കഴുകാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിൽ എല്ലാവരും തന്നെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴാണ് പൊതുവെ നമ്മൾ കൈ സോപ്പിട്ട് കഴുകാറ്. അതിൻ്റെ സ്മെല്ലായിരിക്കും നമ്മളെ ഇത് ചെയ്യാൻ. പക്ഷേ ഫുഡ് കഴിക്കുന്നതിനേക്കാൾ മുമ്പ് സാധാരണ നമ്മൾ എന്താ ചെയ്യാറ്, വെറും വെള്ളത്തിൽ നമ്മൾ ടാപ്പ് വാട്ടറിൽ കൈ കഴുകുന്നു. ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യാറ് അത് ഫുഡ് കഴിക്കുന്നതിനേക്കാൾ മുമ്പാണെങ്കിലും ഹാൻഡ് വാഷോ സോപ്പോ യൂസ് ചെയ്ത് നമ്മൾ കൈകൾ കഴുകി നല്ല വൃത്തിയാക്കണം. അപ്പോൾ ഈ നമ്മൾ കാണാത്ത ഒരുപാട് അണുക്കള്, മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ കൈകളിലുണ്ടാവും. വൈറസ് ആയിട്ടും ബാക്ടീരിയ ആയിട്ടും ഒക്കെ ഉണ്ടാവും. അപ്പൊ അത്തരം ഓർഗാനിസത്തിനെ നമുക്ക് നശിപ്പിക്കാൻ കഴിയുന്നത് ഈ സോപ്പ് വാട്ടർ വാഷിലൂടെയാണ്. വെറും വെള്ളത്തിലൂടെ മാത്രമല്ല, സോപ്പ് ഇട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഹാൻഡ് വാഷ് ലിക്വിഡ് ഇട്ടിട്ടോ നമ്മൾ കഴുകി വേണം
ശ്രദ്ധിക്കാൻ. അപ്പൊ മഴക്കാലം ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ജലജന്യ രോഗങ്ങളെ തടയാനായിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എങ്കിലും നമുക്ക് പല ലക്ഷണങ്ങളും കാണുമ്പോൾ ഏതൊരു സിറ്റുവേഷനിലാണ് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത്? വയറിളക്കത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എസ്പെഷ്യലി ഭയങ്കരമായിട്ട് അമിതമായി ദാഹം തോന്നുന്നു. അപ്പൊ പേഷ്യന്റ്, അതിന്റെ അർത്ഥം നമ്മൾ വളരെയധികം ഡീഹൈഡ്രേഷനിലേക്ക് പോവാന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ നമുക്ക് നിർത്താതെ തന്നെ ഡയറിയ വളരെ സിവിയർ ആയിട്ട് നിർത്താതെ പോകുന്നു. അതിനോടൊപ്പം ഛർദി ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണവും വെള്ളവും കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. പിന്നെ ഈ മലത്തിലൂടെ ബ്ലഡ്, അതായത് രക്തം പോകുന്നു, പനി ഡെവലപ്പ് ചെയ്യുന്നു, അങ്ങ് വല്ലാത്ത അമിതമായ ക്ഷീണം നമുക്ക് അനുഭവപ്പെടുന്നു. അപ്പോഴൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പം എത്രയും പെട്ടെന്ന് നമ്മൾ അടുത്ത ഏത് ഡോക്ടറാണോ അവൈലബിൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഹെൽപ്പ് നമ്മൾ സീക്ക് ചെയ്യണം. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മഴക്കാലത്ത് എല്ലാവരും ബുദ്ധിമുട്ടിക്കുന്ന ഒരു അസുഖം എലിപ്പനിയാണ് അല്ലെ? ധാരാളമായിട്ട് അതിനെപ്പറ്റിയും കേൾക്കാറുണ്ട്. അതെ അതെ. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയും. തീർച്ചയായിട്ടും എലിപ്പനിയാണ് ഒരു മഴക്കാലത്ത് കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു അസുഖം. അപ്പൊ നമ്മൾ സാധാരണ പറയാറത് എലിയിലൂടെ മാത്രം വരുന്നു എന്നല്ലേ. പക്ഷെ എലിയിലൂടെ മാത്രമല്ല, ഇത് കന്നുകാലികളിലൂടെ വരാം, പിന്നെ നായ, പന്നി, അങ്ങനെ മറ്റ് ഈ കാർന്ന് തിന്നുന്ന മൃഗങ്ങളിലൂടെയും ഈ എലിപ്പനി സ്പ്രെഡ് ആവാം. അപ്പൊ ഇതില് മെയിനായിട്ട് ഇവരുടെ മൂത്രത്തിലൂടെയാണ് ഈ എലിപ്പനി ഉണ്ടാക്കുന്ന ഈ അണു വെള്ളത്തില് മിക്സ് ആവുന്നത്. അപ്പൊ അത് വെള്ളത്തിൽ മിക്സ് ആയി കഴിയുമ്പോൾ അതുമായിട്ട് നമുക്ക് കോണ്ടാക്ട് ഉണ്ടാവുമ്പോൾ, അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ വേണ്ടത്ര രീതിയിലുള്ള പ്രിക്കോഷൻസ് ഒന്നും എടുക്കാതെ നമ്മൾ ഈ കുളങ്ങള്, ഓടകള്, പിന്നെ അല്ലെങ്കിൽ കൃഷിപ്പാടങ്ങള്, അപ്പൊ അവിടെയൊക്കെ നമ്മൾ പണിയെടുക്കാനോ കുളിക്കാനോ ഇറങ്ങുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ അണു കലർന്ന മൂത്രം അത് വെള്ളത്തിൽ മിക്സ് ആവുകയും അത് വഴി നമ്മുടെ ശരീരത്തിൽ കയറുകയും അങ്ങനെയാണ് നമുക്ക് എലിപ്പനി ഉണ്ടാവുന്നത്. അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും? എലിപ്പനി തുടക്കത്തില് എല്ലാ പനികളെയും പോലെ തന്നെ ആയിരിക്കും. നമുക്ക് അത്ര ഒരു വ്യത്യസ്തമായിട്ടൊന്നും നമുക്ക് തോന്നില്ല. വളരെ ഒരു ഹൈ ഗ്രേഡ് ആയിട്ടുള്ളൊരു ഫീവർ, ഭയങ്കര നല്ല ചുട്ടുപൊള്ളുന്ന പനി, തലവേദന, ബോഡി പെയിൻ, മേലുവേദന, പിന്നെ ഇതില് ഏറ്റവും കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്ക് മസിൽ പെയിൻ, അതായത് കാലുകളുടെ മസിലുകൾക്ക് വേദന ഡെവലപ്പ് ചെയ്യും. അപ്പൊ നടക്കുമ്പോഴൊക്കെ നമ്മുടെ കാലിലത്തെ മസിലിന് നല്ല വേദന ഡെവലപ്പ് ചെയ്യുന്നു എന്നാണ് പേഷ്യൻസ് എപ്പോഴും പറയാറ്. പ്ലസ് ചിലവരിൽ കണ്ണിൽ ചുവപ്പ് ഡെവലപ്പ് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എലിപ്പനിയുടെ ലക്ഷണങ്ങൾ വരുന്നത്. ഇത്തരം ഏത് പനി വന്നാലും നമുക്ക് ആരംഭത്തിൽ അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിൻ്റെതായ ടെസ്റ്റുകളുണ്ട്. എലിപ്പനിക്ക് എലിപ്പനിയുടേതായ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് വേണ്ട ട്രീറ്റ്മെന്റും ഉണ്ട്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് നമ്മൾ പനി വരുമ്പോൾ സ്വയം ചികിത്സിക്കാതെ അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി നമ്മുടേതായ രീതിയിൽ ഒരു ചികിത്സ നടത്താതെ, പ്രത്യേകിച്ച് മഴക്കാലത്ത് ഡോക്ടറെ എത്രയും പെട്ടെന്ന് സമീപിക്കുകയും അതിനനുസരിച്ചുള്ള ടെസ്റ്റുകൾ ചെയ്യുകയും വേണ്ട രീതിയിലുള്ള ചികിത്സ തേടുകയും വേണം. അപ്പൊ എലിപ്പനിയെ കുറിച്ച് പറയുമ്പോൾ അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന മറ്റൊരു അസുഖം ഡെങ്കിപ്പനിയാണ് അല്ലെ? ഡെങ്കിപ്പനി വളരെ അധികം കാണപ്പെടുന്ന ഒരു അസുഖം. തീർച്ചയായിട്ടും. അതിനെ കുറിച്ച് എന്ന് പറയൂ. ഡെങ്കി മെയിൻ ആയിട്ട് വരുന്നത് കൊതുകുകളിലൂടെയാണല്ലോ. അപ്പൊ ഇതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഒന്ന് ഇവരുടെ ഉറവിടങ്ങളുടെ ബാഹുല്യം തന്നെയാണ്, ഈ കൊതുകിന്റെ. രണ്ട്, ഈ മാലിന്യ സംസ്കരണത്തിന്റെ പോരായ്മ. മൂന്നാമത് ഈ ജലമാലിന്യം. ഈ 3 കാരണങ്ങളാണ് ഇത് കൊതുക്കളെ ഏറ്റവും കൂടുതൽ ഉണ്ടാവാനും പെരുകാനുള്ള കാരണം. അപ്പോ ഡെങ്കി കൊതുകള് തന്നെയാണ് നമ്മുടെ ഡെങ്കിപ്പനി പരത്തുന്നത്. അതിനെ കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീടിന് ചുറ്റുപാടും അതുപോലെ തന്നെ വീടിനകത്തും വൃത്തിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പൊതുവെ എല്ലാവർക്കും പരിസരം വൃത്തി മാത്രമല്ല, ഉള്ളിലും നമ്മൾ പലപ്പോഴും കാണാതെ തന്നെ പലയിടത്തും വെള്ളം കെട്ടിക്കിടക്കും. ഈ വെള്ളം കെട്ടിക്കിടക്കുമ്പോഴാണ് അതിൽ കൊതുക് പെരുകുന്നതും അതിലൂടെ നമുക്ക് ഡെങ്കി വരുന്നതും. അപ്പോൾ പരിസരത്തിൽ നമ്മുടെ പറമ്പുകളൊക്കെ വൃത്തിയാക്കണം. പുല്ലുകളും അതുപോലെ കുറ്റിച്ചെടികളൊക്കെ ഉണ്ടാവുമ്പോൾ അതൊക്കെ നല്ല വൃത്തിയാക്കുക. പിന്നെ നമ്മൾ അറിയാതെ തന്നെ കുറെ ചിരട്ടകള്, പിന്നെ ടയറ്, പിന്നെ ചിലപ്പോൾ ഈ പറഞ്ഞ ബക്കറ്റ്, പാത്രം, നമ്മുടെ ഡപ്പകളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ നമ്മുടെ പറമ്പുകളിൽ ഉണ്ടാവും. അപ്പൊ അതിലൊക്കെ ഈ വെള്ളം കെട്ടിക്കിടക്കുകയും അതിലൂടെയാണ് ഈ കൊതുക് പെരുകുന്നതും. അപ്പൊ നമ്മൾ ഇതിനെ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വീടിന്റെ ഉള്ളിലെ വൃത്തിയും വളരെ പ്രധാനമാണ്.
നമ്മള് ചിലപ്പോ ഈ ഫ്രിഡ്ജിന്റെ ബാക്കിലുള്ള ഒരു ട്രേ അതിൽ വെള്ളം കെട്ടിക്കിടക്കാം, അത് നമ്മൾ വൃത്തിയാക്കണം. പിന്നെ അതുപോലെ തന്നെ ചെടിച്ചട്ടികൾ, ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ ഒരുപാട് വളർത്തുന്നവരുണ്ടല്ലോ. പിന്നെ ക്ലോസറ്റ്, പിന്നെ എയർ കൂളേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിലും ഈ പറഞ്ഞ ട്രേയില് വെള്ളം കെട്ടിക്കിടക്കുന്നതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഈ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഡെങ്കിപ്പനി ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കും. അപ്പൊ പൊതുവായിട്ട് ഈ മഴക്കാലത്ത് നമ്മുടെ ഒരു പേഴ്സണൽ ഹൈജീൻ, അതുപോലെ ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കുക ആണെങ്കിൽ തന്നെ ഒരുപാട് രോഗങ്ങളെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് പറ്റും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോ ഡെങ്കിപ്പനിയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് വരിക? ഡെങ്കിപ്പനി ഞാൻ നേരത്തെ ഈ എലിപ്പനിയുടെ പറഞ്ഞ പോലെ തന്നെ എല്ലാ പനികളെയും പോലെ നല്ല എന്താ പറയാ ചുട്ടുപൊള്ളുന്ന പനി ഉണ്ടാവും, തലവേദന. അതാണ് ഡെങ്കിപ്പനിയുടെ വേറൊരു ഹൈലൈറ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. അവർക്ക് കണ്ണിന്റെ ബാക്കിലും ചുറ്റുപാടും ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാവും. പിന്നെ ജോയിന്റുകൾ, പിന്നെ നമുക്ക് മൊത്തത്തിൽ ശരീരവേദന കൂടുതലായിരിക്കും, ജോയിന്റ് പെയിന്, പിന്നെ ഭയങ്കരമായിട്ട് കുളിര്, ക്ഷീണം. ഇതൊക്കെയാണ് ഡെങ്കിപ്പനിയുടെ കോമൺ ആയിട്ട് വരുന്ന സിംറ്റംസുകൾ, ലക്ഷണങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരംഭത്തിൽ നമുക്ക് ഡെങ്കിയും എലിപ്പനിയും ഒക്കെ ലക്ഷണത്തിലൂടെ മാത്രം കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതിനൊക്കെ കുറേയൊക്കെ സിമിലർ ആയിട്ടുള്ള സിംറ്റംസുകളുണ്ട്. പക്ഷെ നമുക്ക് ബ്ലഡിലൂടെ തന്നെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഡെങ്കിപ്പനി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ എലിപ്പനിയും. അപ്പോൾ ഈ ഡെങ്കിപ്പനി എപ്പോഴും നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയും വേണ്ട രീതിയിലുള്ള ചികിത്സ തേടുകയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് ചിലപ്പോൾ കോംപ്ലിക്കേഷനിലേക്ക് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതായത് ഇതിലിപ്പോ ചിലപ്പോൾ പെട്ടെന്നൊരു ബ്ലീഡിങ് വരാം. കാരണം പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം വളരെയധികം ഡെങ്കി ഫീവറിൽ കുറയും. അപ്പോൾ ബ്ലീഡിങ്ങിന് സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ ഷോക്ക് എന്ന് പറയും. അത്തരം സാധ്യതകൾ ഈ ഡെങ്കിയിൽ കൂടുതലായതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട രീതിയിൽ നല്ലോണം ശരീരത്തിലേക്ക് ഫ്ലൂയിഡ് പോകണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ അത് കണ്ടുപിടിക്കുകയും വേണ്ട രീതിയിലുള്ള ചികിത്സയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പനിയും ഇത്തരം ലക്ഷണങ്ങളൊക്കെ വരുമ്പോൾ ഒരിക്കലും സ്വയം ചികിത്സിക്കാതെ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു അടുത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലോ ഡോക്ടേഴ്സോ ആരെയെന്ന് വെച്ചാൽ അത് കണ്ട് വേണ്ട രീതിയിലൊക്കെ ടെസ്റ്റുകൾ ചെയ്ത് അതിന് വേണ്ട ചികിത്സകൾ തേടണം എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു അഡ്വൈസ്. അപ്പൊ ഈ മഴക്കാലം വരുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ ഇങ്ങനെ നമ്മളെ തേടി എത്തുന്ന സമയത്ത് സ്വയം വൃത്തിയായിരിക്കുക, ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കുക. അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വയം ചികിത്സ ഒഴിവാക്കിയിട്ട് അടുത്തുള്ള ഡോക്ടറെ കാണുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു മഴക്കാലം ആസ്വദിക്കാനും പറ്റും. അതെ, മഴക്കാലം അതിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആസ്വദിച്ച് പോകാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമ്മൾ മഴക്കാല രോഗങ്ങളെ കുറിച്ച് വിശദമായിട്ട് നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ ആഷി നാസർ ആണ്. താങ്ക് യു ഡോക്ടർ. ഇങ്ങനെ ഒരുപാട് തിരക്കുള്ള ഒരു സമയമാണ്, അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ. അപ്പൊ എന്തായാലും ഹലോ റേഡിയോ ശ്രോതാക്കൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും എന്ന് വിചാരിക്കുകയാണ്. എന്തായാലും നല്ലൊരു മഴക്കാലം ആവട്ടെ എല്ലാവർക്കും എന്ന് ആശംസിക്കുന്നു. ഇത് ഹലോ റേഡിയോ 90.8, നമ്മുടെ ശബ്ദം നമ്മുടെ റേഡിയോ.